സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും, ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. ലൈക്ക് അടിച്ച് പോയിട്ടുണ്ടാകും. നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ അത് ആവേശത്തോടു കൂടി കണ്ടവരും ഒക്കെ ഉണ്ടാകും. എന്തായാലും സംഭവം നമ്മൾ വിചാരിച്ചതിനും അപ്പുറം അങ്ങ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തത്സമയം റിപ്പോർട്ടിൽ പറയാൻ പോകുന്നത്. വഴിയിൽ ആർക്കും വേണ്ടാത്ത ഒരു ഐഫോൺ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ വഴിയിൽ കിടക്കുന്ന ഐഫോണുകളൊന്നും വേണ്ട എന്ന് നമ്മൾ മലയാളികൾ അങ്ങ് ചിന്തിച്ചാലോ? ജർമ്മൻ ഇൻഫ്ലുവൻസറായ യൂനസ് സറോവിന്റെ പരീക്ഷണ വീഡിയോയിലാണ് മലയാളികൾ ലോകം മുഴുവനും താരമായി നിൽക്കുന്നത്. ഈ വീഡിയോ ആണത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടത്. 1.5 മണിക്കൂറോളം ഐഫോൺ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ വെച്ചായിരുന്നു ഈ പരീക്ഷണം. ദശലക്ഷക്കണക്കിന് ആളുകളാണ് മലയാളികളുടെ സത്യസന്ധതയെ അഭിനന്ദിക്കുന്നത്. സ്നേഹമോൾ നയനാണ് നമ്മുടെ കൂടെയുള്ളത്. സ്നേഹ, ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്ക് എന്തായിരിക്കും? മലയാളി പൊളിയല്ലേ എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ കമന്റ് സെക്ഷനും ഒക്കെ ഉള്ളത്. ഈ വീഡിയോ ഒക്കെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ മലയാളികൾ പൊളിയാണ് എന്ന് പറയാൻ ഒരു ഉദാഹരണം കൂടി മുന്നിലേക്ക് വെക്കുകയാണ്. ശരിക്കും അതിന്റെ കമന്റ് സെക്ഷൻ ഒക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ മലയാളികളെ ലോകം സ്വീകരിക്കുന്നത്? ജർമ്മൻ ഇൻഫ്ലുവൻസറായ യൂനസ് സറോവിന്റെ നമ്മൾ മലയാളികളെ കുറിച്ചുള്ള ഈ വീഡിയോ ആണ് ഇപ്പോൾ ലോകം മുഴുവനും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. 22-ലധികം മില്യൺ ആളുകൾ അദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. 2019 മുതൽ ടിക്ടോക്കിലൂടെയാണ് അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറായി, ഒരു കണ്ടന്റ് ക്രിയേറ്ററായി ഒക്കെ മാറിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു രസകരമായ കമന്റ് അതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അന്നത്തെ ദിവസം പ്രതികരിക്കാതിരുന്ന മലയാളികൾക്ക് ഏറെ നന്ദി എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരസ്യവാചകം പോലെ തന്നെ ചില സമയത്ത് ഒന്നും ചെയ്യാതിരിക്കൂ എന്ന് പറയുന്ന പോലെ തന്നെ ചില കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നതും നല്ലതാണ് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇവിടെ കൊച്ചിയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയത്. യൂനസ് സറോവ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യ സുരക്ഷിതമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയി അദ്ദേഹം ഇത്തരത്തിൽ ഈ ഐഫോൺ വെച്ച് ഇത്തരത്തിൽ പരീക്ഷണം നടത്താറുണ്ട്. അങ്ങനെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ എത്തിയത്. മറൈൻ ഡ്രൈവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊച്ചിയിൽ എത്തുന്നവർ ആദ്യം പോകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ്. കേരളത്തിലുള്ളവർ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഉള്ള ആളുകൾ അവിടെ എൻജോയ് ചെയ്യാറൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. നല്ല കാറ്റൊക്കെ കൊണ്ട് മറൈൻ ഡ്രൈവിൽ ഇരിക്കാൻ വളരെ പ്രത്യേക സുഖമാണ്. അപ്പോൾ ഈ ഏകദേശം ഒരു 4:30 സമയത്താണ് അദ്ദേഹം ഈ ഐഫോൺ കൊണ്ടുവച്ച് ക്യാമറ ഓണാക്കി, അതിന് പിന്നിലൊരു ക്യാമറയും വെച്ചു. ക്യാമറയും ഓണാക്കി അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് മാറി. ഏകദേശം ഒരു 6 മണി വരെ ആ ഐഫോൺ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറേ ആളുകൾ, 100 കണക്കിന് ആളുകൾ അതിലേക്കൂടെ കടന്നു പോയിരുന്നു. കച്ചവടക്കാരുണ്ട്, ഫാമിലി അവിടെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളുണ്ട്. അതിന് നിരവധി ആളുകൾ അതിലേക്കൂടെ നോക്കി കടന്നു പോയവരുമുണ്ട്, അതിനെ നോക്കാതെ കടന്നുപോയ ആളുകളുമുണ്ട്. പക്ഷേ 6 മണിയായിട്ടും ഐഫോൺ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരടി പോലും അനങ്ങിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെ, അതാണ് വീഡിയോയുടെ പ്രത്യേകത. ശരിക്കും അതിലെ ഓരോ കമന്റ് സെക്ഷൻ ഒക്കെ എടുത്ത് നോക്കുമ്പോഴും നല്ല രസമാണ് വായിച്ചു നോക്കാനൊക്കെ തന്നെ. അവിടെ ഒരു സാധനം ഇരുന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് നോക്കി പോകാൻ, അതെ മലയാളികൾക്ക് അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന തരത്തിലുള്ള കമന്റുകളാണുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ സ്നേഹയിടയ്ക്ക് 1-2 കമന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഐഫോൺ അല്ലേ, അതിന് പകരം ഒരു വെളിച്ചെണ്ണ എങ്ങാനും കൊണ്ടുവച്ച് നോക്കുക എന്ന തരത്തിലുള്ള ട്രോളുകൾ തിരിച്ചും കൊടുക്കുന്നുണ്ട്. എന്തായാലും മലയാളികൾ ഈ വീഡിയോ കണ്ടതോടുകൂടി ഹാപ്പിയാണ് എന്നേ പറയാനുള്ളൂ. ശരി സ്നേഹ.